സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, പുല്ലുണങ്ങും പൂവാടും, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കുന്ന കർത്താവിന്റെ വചനമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഷയം എന്നേക്കും നിലനിൽക്കത്തില്ല. അത് നീങ്ങിപ്പോകും, അത് മാറിപ്പോകും, അത് തകർന്നു പോകും. ദൈവവചനം ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ മുമ്പിൽ വചനം നിൽക്കും. നിങ്ങളുടെ വിഷയം നീങ്ങിപ്പോകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനം പറയുക, വചനം വിശ്വസിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് പറയുക. എൻ്റെ ഇപ്പോഴത്തെ ദുഃഖങ്ങൾ, എൻ്റെ വിഷയങ്ങൾ അതെന്തുവാണോ നിങ്ങളത് പറയുക. എന്നിട്ട് പറയണം, അത് നീങ്ങിപ്പോകും. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പറയുന്ന വചനം നിലനിൽക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ സ്വന്തം ശരീരത്തിലേക്ക് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം, കർത്താവിൻ്റെ മുറിവിനാലുള്ള ആരോഗ്യവും സൗഖ്യവും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പോൾ രോഗശക്തികൾ, രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ ശരീരങ്ങൾ വിട്ട് നീങ്ങിപ്പോകട്ടെ. അത്ഭുത സൗഖ്യം നിറയട്ടെ, വിടുതലുകൾ നിറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പോൾ പിതാവേ, അങ്ങ് അവരെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവാണല്ലോ. ഇപ്പോൾ ഈ നിമിഷം തന്നെ പ്രത്യക്ഷമായ അത്ഭുതത്തിൻ്റെ അടയാളം ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവെ, മാനസികമായ ആരോഗ്യമില്ലാതെ മനപ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞാൻ അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രതിസന്ധികൾ നീങ്ങിപ്പോട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. ഈ സമയത്ത് കടഭാരത്താലോ ഞെരുക്കത്താലോ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന സമാധാനം വാഴട്ടെ, സന്തോഷം നിറയട്ടെ, നന്മയുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. വചനം പറയുക, പ്രതിസന്ധിയോട് പറയുക, നീ നീങ്ങും, ഞാൻ നിലനിൽക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.